എല്ലാ കൂട്ടുകാർക്കും അച്ചുമൺ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ചിക്കൻ കറി തയ്യാറാക്കിയാലോ. ചിക്കൻ കറി തയ്യാറാക്കുന്നതിനായിട്ട് നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പുപൊടി ഇത്രയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മസാലകളൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കുന്നതിനായിട്ട് കുറച്ച് സമയം നമുക്ക് മാറ്റി വെക്കാം. ചിക്കനൊക്കെ മസാല പുരട്ടി വെച്ചിട്ട് ഒരു അരമണിക്കൂറായിട്ടുണ്ട്. ഞാനിന്നിവിടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷമാണ് കറിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ മസാലകൾ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് പെറുക്കി വെച്ച് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ചിക്കൻ കറി തയ്യാറാക്കി എടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് അതിലെ വെള്ളമൊക്കെ ഇറങ്ങി എണ്ണ തെളിഞ്ഞ് വരുന്നിടം വരെ നമുക്കൊന്ന് ഫ്രൈ ആക്കണം. ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഈ സമയം നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ആക്കുകയാണെങ്കിൽ അത്രയും സമയം ഇരിക്കുമ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വെന്ത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ചിക്കനിലെ വെള്ളം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി എണ്ണ തെളിഞ്ഞു വരുന്നതും വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അടുക്കി പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പം നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഇപ്പം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. ചിക്കനൊക്കെ അവിടെ റെഡി ആകുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് വേണ്ട മസാലകളൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ മാറുമ്പോഴേക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും അതേപോലെ 10-15 ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി നമ്മൾ അരിയാതെ അതേപോലെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതേപോലെ 2 പച്ചമുളകും 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ബ്രൗൺ നിറമായി വരുന്നത് വരെ നമുക്കിത് വഴറ്റി കൊടുക്കണം. ഇടയ്ക്ക് നമ്മൾ ചിക്കനും കൂടി ശ്രദ്ധിക്കണം. ചിക്കൻ അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കണം. നമ്മൾ ചിക്കന് ഒന്നുകൂടി ഫ്രൈ ആക്കുന്നതിന് വേണ്ടി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ അത്യാവശ്യം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ട മസാലകളൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കാം. ഉള്ളിയൊക്കെ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല അതേപോലെ പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം മസാലയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഈ മസാല നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ ചിക്കനും മസാലയും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ഇതേപോലെ ഒന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മസാലകളൊക്കെ ചിക്കനിലേക്ക് നല്ലതുപോലെ പിടിക്കണം. ചിക്കനും മസാലയും കൂടി കുറേ സമയം ഇതേപോലെ ഇട്ട് ഇളക്കിയതിന് ശേഷം വേണം നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നതിനായിട്ട് കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കിയെടുക്കാം. ചെറിയ ചൂടുള്ള വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. കറിയൊക്കെ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് ഗരം മസാലയും കുരുമുളക് പൊടിയും അതേപോലെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കറി നല്ലതുപോലെ ഒന്ന് വറ്റി വരട്ടെ.
അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതേപോലെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.